ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുന്ദരകാണ്ഡത്തിലെ 44-ാം സർഗം, ജംബുമാലി വധം. സീതാദേവിയെ കണ്ട് ശ്രീരാമൻ്റെ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് അങ്കുലീയം കൊടുത്ത് ആശ്വസിപ്പിച്ച് ചൂടാരത്നവും കൊണ്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് ഹനുമാൻ രാവണനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ഉദ്യാനം നശിപ്പിച്ചു. അതിനെ കാത്തുരക്ഷിച്ചവരെ കിങ്കരന്മാരെല്ലാം വധിച്ചു. എതിർക്കാൻ വന്നവരെയെല്ലാം ഹനുമാൻ തോൽപ്പിച്ചു. യുദ്ധത്തിന് വന്നവരെല്ലാം വധിച്ചു. അതിനുശേഷം ചൈത്യപ്രാസാദത്തിലേക്ക് കയറി അതും നശിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്ത് ചൈത്യപാലന്മാർ യുദ്ധത്തിനായി വന്നു കഴിഞ്ഞപ്പോൾ അവരെയും വധിച്ചു ഹനുമാൻ. അതിനുശേഷം ജംബുമാലി എന്ന് പറയുന്ന പ്രഹസ്തന്റെ പുത്രനായ ജംബുമാലിയെ പറഞ്ഞു വയ്ക്കുകയാണ് രാവണൻ ഹനുമാന്റെ അടുത്തേക്ക് യുദ്ധത്തിനായിട്ട്. സന്ദിഷ്ടോ രാക്ഷസേന്ദ്രേണ പ്രഹസ്തസ്യ സുതോ ബലി ജംബൂമാലേ മഹാദംഷ്ട്രോ നിർജഗാമധനുർധരാം. രാക്ഷസരാജാവിനാൽ ആജ്ഞാപിച്ച് അയക്കപ്പെട്ട പ്രഹസ്തപുത്രനും ബലവാനും മഹാദംഷ്ടനുമായ ജംബുമാലി വില്ലുമെടുത്ത് ഹനുമാനോട് പോരിനായി പുറപ്പെട്ടു. രക്തമാല്യംബരധര സ്വർഗീരുചിരകുണ്ടല മഹാൻ വിവൃത്തനയനശ്ചണ്ഡ സമരദുർജയ. ചുവന്ന വസ്ത്രവും മാലയുമണിഞ്ഞവന്. ജംബുമാലിയുടെ വിശേഷങ്ങളാണ്: രുചിരകുണ്ടലങ്ങൾ ധരിച്ചവൻ, കൂറ്റൻ കണ്ണുകൾ ഉരുട്ടുന്നവൻ, ഭയപ്പെടുത്തുവാണ്. ചണ്ഡൻ, പോരിൽ ദുർജയനുമാണ്, പോരിലാളെ ജയിക്കാനും പ്രയാസമാണ്. അങ്ങനെയുള്ള ആ ജംബുമാലി എന്ന രാക്ഷസൻ രാവണനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ധനുശക്രധനുപ്രഖ്യം മഹദ്രുചിരസായകം വിസ്പാരയാണാവേഗേന വജ്രാശനിസമസ്വനം. ഇന്ദ്രന്റെ ധനുസ്സിനൊത്തതും വലുതും മിന്നുന്ന അമ്പുകളുള്ളതുമായ ആ വില്ലിൽ അതായത് ഇടിവെട്ടുന്ന പോലെ മുഴക്കമുള്ള ശബ്ദത്തിൽ അവൻ വലിയ ഞാണൊലിയിട്ടു. ഇടമുഴക്കം പോലെയുള്ള ഞാണൊലി ഇട്ടുകൊണ്ടാണ് അവൻ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു വരുന്നത്. ജംബുമാലി അവൻ്റെ വില്ലിൻ്റെ കനത്ത ഞാണൊലിയാൽ ദിക്കുകളെല്ലാം എല്ലാ 8 ദിക്കുകളും ആകാശവും പെട്ടെന്ന് നിറഞ്ഞു. ആ വില്ലിൻ്റെ ഞാണൊലി കൊണ്ട് ആകാശവും ദിക്കുകളുമെല്ലാം നിറഞ്ഞു, മാറ്റൊലിക്കൊണ്ടു. രഥേന ഖരയുക്തേന തമാഗതമുദീക്ഷ്യസ ഹനുമാൻ വേഗസമ്പന്നോ ജഹർഷ ജനനാദജ.
കഴുതകളെ പൂട്ടിയ തേരിലേറി വന്നെത്തുന്ന അവനെ കണ്ട് വേഗമേറെയുള്ള ഹനുമാൻ സന്തോഷത്തോടെ അലറി. തനിക്ക് ഒത്തവനെ ഒരു യുദ്ധത്തിന് കിട്ടുന്നതുകൊണ്ട് പോരിൽ നേരിടാൻ തനിക്ക് ഒത്തൊരാളെ കിട്ടിയ സന്തോഷമാണ് ഹനുമാന്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ഹനുമാൻ അലറി. തം തോരണവിടങ്കസ്തം ഹനുമന്തം മഹാകവിം ജംബുമാലേ മഹാതേജ വിവ്യാധ നിശിതൈശരയേ. ഗോപുരത്തിൻ്റെ പ്രാപ്പലകയിൽ നിന്നിരുന്ന മഹാകവിയായ ആ ഹനുമാനെ മഹാതേജസ്വിയായ ജംബുമാലി കൂർത്ത ശരങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന ഹനുമാന്റെ നേർക്ക് ജംബുമാലി ശരങ്ങൾ അസ്ത്രങ്ങൾ അയച്ചു. ഹനുമാന്റെ മുഖത്ത് നിന്ന് ചോര പൊടിഞ്ഞു. അർദ്ധചന്ദ്രേണ വദനേ ശിരസ്യേകേന കർണിന ബാഹോർവ്യവ്യാധ നാരാജേതശഭിസ്തു കപീശ്വരാം. അവൻ അർദ്ധചന്ദ്രാസ്ത്രത്താൽ കപീശ്വരന്റെ വദനത്തിലും ഏകകർണിയാൽ ശിരസ്സിലും 10 ശരങ്ങളാൽ കൈകളിലും മുറിവേൽപ്പിച്ചു. ആ ജംബുമാലി ഹനുമാന്റെ നേരെ അസ്ത്രങ്ങൾ അയച്ച് മുറിവേൽപ്പിച്ചു. അങ്ങനെ പൂത്ത മുരുക്ക് പോലെ നിൽക്കുന്ന ഹനുമാനെ കാണാൻ സാധിക്കും. അതായത് ഇവിടെ അങ്ങനെയല്ല എന്നാണ്. ആ മുഖം ഹനുമാന്റെ മുഖം കണ്ടു കഴിഞ്ഞാലിപ്പോ അമ്പേറ്റ് മുറിഞ്ഞ താമ്രമായ ആ മുഖം സൂര്യരശ്മി ഏറ്റുവിടർന്ന ശരൽക്കാലത്തെ ചെന്താമര പൂ പോലെ ശോഭിച്ചു എന്നാണ് പറയുന്നത്. തത്തസ്യ രക്തം രക്തേന രഞ്ജിതം ശുശുഭേ മുഖം യഥാകാശേ മഹാപത്മം സിക്തം കാഞ്ചന ബിന്ദുവേ. ചോരയണിഞ്ഞ് തുടുപ്പാർന്ന അവന്റെ മുഖം സ്വർണ്ണ ബിന്ദുക്കൾ വിതറിയ വലിയ താമരപ്പൂ പോലെ ആകാശത്തിൽ ശോഭിച്ചു. ചുകോപബാണാഭിഹതോ രാക്ഷസസ്യ മഹാകവി തതപ്പാശ്വേതി വിപുലാം ദദർശ മഹതിം ശിലാം. ആ രാക്ഷസന്റെ ശരങ്ങളേറ്റ് മുറിഞ്ഞ് ഹനുമാൻ കോപിച്ചു. പിന്നീട് അടുത്ത് കണ്ട പരപ്പേറിയ ഒരു വലിയ പാറ കിടക്കുന്നത് കണ്ടു. ആ പാറ എടുത്തിട്ട് ജംബുമാലിയുടെ നേർക്ക് എറിഞ്ഞു. തരസാതാം സമുൽപാട്യ ചിക്ഷേപ ബലവത് ബലി താം ശരൈർദശഭിക്രുദ്ധ താടയാമാസ രാക്ഷസ. ബലശാലിയായ ഹനുമാൻ അത് ശക്തിയോടെ പറിച്ചെടുത്ത് ജംബുമാലിയുടെ നേർക്ക് എറിഞ്ഞു. ആ വലിയ പാറ കിടക്കുന്നത് കണ്ടു. അതിനെ പറിച്ചെടുത്തു, വളരെ ശക്തിയെടുത്ത് എന്നിട്ട് രാക്ഷസന്റെ നേർക്ക് എറിഞ്ഞു. അത് എത്തുന്നതിന് മുമ്പ് തന്നെ ആ രാക്ഷസൻ ജംബുമാലി 10 അമ്പുകൾ എയ്തിട്ട് ആ പാറയെ തകർത്തു കളഞ്ഞു. ആ വേല പാഴായത് കണ്ട് ചണ്ഡവിക്രമനും വീര്യവാനുമായ ഹനുമാൻ വലിയൊരു പനവൃക്ഷം പിഴുതെടുത്ത് ചുഴറ്റി. സാലവൃക്ഷം പിഴുതെടുത്തുകൊണ്ട് ചുഴറ്റി രാക്ഷസന്റെ നേർക്ക് എറിയാൻ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ ജംബുമാലി അസ്ത്രങ്ങൾ കൊണ്ട് ആ സാലത്തെയും മുറിച്ചിട്ടു. ഭ്രാമയന്തം കപിം ദൃഷ്ട്വാ സാലവൃക്ഷം മഹാബലം ചിക്ഷേപ സുബഹൂൻ ബാണാൻ ജംബുമാലി മഹാബല. സാലവൃക്ഷം ചുഴറ്റുന്ന ബലശാലിയായ വാനരനെ മഹാബാഹുവായ ജംബുമാലി അനേകം അമ്പുകളാൽ എയ്തു. 4 അമ്പുകളാൽ ആ സാലമരം മുറിച്ചു. 5 കൊണ്ട് കപിയുടെ കൈകളിലും 1 കൊണ്ട് മാറിടത്തിലും 10 അസ്ത്രം കൊണ്ട് സ്ഥനാന്തരത്തിലും മുറിവേൽപ്പിച്ചു. സശരൈ പൂരിതനുക്രോധേന മഹതാവൃത തമേവ പരിഘം ഗൃഹ്യ ഭ്രാമയാമാസ വേഗിത. ശരങ്ങളാൽ ശരീരം നിറഞ്ഞ ഹനുമാൻ കടുത്ത കോപം പൂണ്ട് ആ ഇരുമ്പുതടി തന്നെ എടുത്ത് വേഗത്തിൽ ചുഴറ്റി. ഇരുമ്പിൻ്റെ ഒരു ദണ്ഡെടുത്ത് വേഗത്തിൽ ചുഴറ്റിക്കൊണ്ട് ആ രാക്ഷസന്റെ നേർക്കേറിയാണ്. അതിവേഗോതിവേഗേന ഭ്രാമയിത്വ മഹോത്കട പരിഘം പാതയാമാസ ജംബുമാലേർ മഹോരസി. മഹാമദം പൂണ്ടവനും അതിവേഗവാനുമായ ഹനുമാൻ വളരെ വേഗത്തിൽ ഇരുമ്പുതടി ചുഴറ്റി ജംബുമാലിയുടെ വലിയ മാറിലേക്ക് എറിഞ്ഞു. തസ്യ ജൈവ ശിരോ നാസ്തി ന ബാഹുജാനുനീന ച ന ധനുർന രഥോ ന അശ്വാസ് തത്ര
ന ധനുർന രഥോ ന അശ്വാസ് ന അസ്ത്ര അദൃശ്യത നേഷവ. ന ധനുർന രഥോ നാശ്വാസ് തത്രാദ്യദൃശ്യന്തനേഷവ. അത് വീണപ്പോൾ ജംബൂമാലിക്ക് തലയില്ലാതായി, കൈകളില്ലാതായി, മുട്ടുകളും ഇല്ലാതായി. കയ്യിലിരുന്ന വില്ലില്ല, തേരുമില്ല, കുതിരകളുമില്ല, അമ്പുകളും അവിടെയെങ്ങും കാണപ്പെട്ടില്ല. എല്ലാം ആ ഹനുമാൻ പരിഘം കൊണ്ടെറിഞ്ഞ് വീഴ്ത്തി പൊടിയാക്കി തകർത്ത് കളഞ്ഞു എന്നർത്ഥം. സ ഹസ്തതരസാതേന ജംബൂമാലി മഹാരഥ പപാത നിഹതോ ഭൂമോ ചൂർണിതാംഗ ഇവദ്രുമാ. അവനാൽ പെട്ടെന്ന് കൊല്ലപ്പെട്ട മഹാരഥനായ ആ ജംബൂമാലി പൊടിഞ്ഞ മരം പോലെ വധിക്കപ്പെട്ട് നിലത്ത് വീണു. ആ ജംബൂമാലിയുടെ കഥ കഴിച്ചു ഹനുമാൻ. ജംബൂമാലിൻ സുനിഹതം കിങ്കരാംസ മഹാബലാൻ ചുക്രോധരാവണ ശ്രുത്വാ ക്രോധസംരക്തലോചന. കേൾപ്പേറിയ കിങ്കരന്മാരും ജംബൂമാലിയും കൊല്ലപ്പെട്ടതായി കേട്ട് കോപത്താൽ കണ്ണുകലങ്ങിയ രാവണൻ ക്രോധിച്ചു. ഇതെല്ലാം കേട്ട് ഈ വർത്തമാനം അറിഞ്ഞ രാവണൻ ക്രോധത്തോടുകൂടി രക്താന്തനേത്രനായി തീർന്നു. കണ്ണുകൾ കലങ്ങിയ കണ്ണ്, ചുവപ്പ് നിറത്തിലുള്ള കണ്ണുകളോട് കോപം കൊണ്ട് തുടുത്തുകൊണ്ടുള്ള രാവണൻ കോപം പൂണ്ടു എന്ന് പറയുന്നത്. സരോഷ സംവർത്തിതസ്താമ്രലോചന പ്രഹസ്തപുത്രേ നിഹതേ മഹാബലേ അമാത്യപുത്രോ നദിവീര്യവിക്രമാൻ സമാധിദേശാശു നിശാചരേശ്വര. ആ ഈശ്വരൻ, നിശാചരന്മാരുടെ രാജാവാണ് രാവണൻ. ആ രാവണൻ ശക്തിശാലിയായ പ്രഹസ്തപുത്രൻ കൊല്ലപ്പെട്ടപ്പോൾ കോപം കൊണ്ട് തുടുത്ത കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് അതിവീര്യപരാക്രമികളായ മന്ത്രിപുത്രന്മാരെ പോരിനു പറഞ്ഞയച്ചു. അവൻ മരിച്ചെന്നറിഞ്ഞ പ്രഹസ്തപുത്രനായ ജംബൂമാലി മരിച്ചെന്ന് കേട്ട് അത്യധികം കോപം പൂണ്ട രാവണൻ ദേഷ്യത്തോടുകൂടി കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് ക്രോധത്തോടുകൂടി ആ മന്ത്രിപുത്രന്മാരെ വീണ്ടും പിന്നീട് പോരിനയക്കുകയാണ്. അടുത്ത സർഗത്തിൽ മന്ത്രിപുത്രന്മാരോട് ഏൽക്കുന്നു ഹനുമാൻ, അവരുടെയും കഥ കഴിക്കുന്നു. മന്ത്രിപുത്രവധമാണ് അടുത്ത സർഗത്തിൽ പറയുക. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.